ഞാൻ ഇതിൻ്റെ ഒരു മന്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പം മന്തി ഞാൻ ആദ്യം പാത്രത്തേക്ക് ഇടുകയാണ്. ചിക്കൻക്കൊക്കെ നീണ്ട് നിവർന്ന് കടക്കാൻ പറ്റുന്ന രീതിക്കുള്ള പാത്രം എടുക്കുക. പിന്നെ അതിന് ശേഷം അതിൽ വലിയ ഉള്ളി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് ഇതേപോലെ കൈ കൊണ്ട് ഉടച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി മന്തി മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് ഇടുന്നത് രസമാണ്. ചില ആൾക്കാർക്ക് കടിക്കാൻ ഇഷ്ടമല്ല, എന്നാലും ഇട്ടോളി അങ്ങോട്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നും ഇല്ല ഫുഡ് കളർ വേണമെന്ന്, പക്ഷെ നമ്മൾ കടയിലത്തെ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേനും നമ്മൾ ചോറിനുള്ള പണികൾ നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് പട്ടയും പിന്നെ ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണക്ക നാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോറ് റെഡിയാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ദമ്മ് ചെയ്യണ പരിപാടിയാണ്. ദമ്മ് ചെയ്ത് കഴിഞ്ഞിട്ട് മേലെ തന്നെ നമ്മൾ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും പിന്നെ നമ്മളെ റെഡ് ഫുഡ് കളറിൻ്റെ വെള്ളവും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുളക് നട്ട് കൊടുക്കുകയുമേ. പിന്നെ അത് കഴിഞ്ഞ് ദമ്മ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കുക. കുഴച്ച് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുഴച്ചടിക്കുക, അത്രയേ ഉള്ളൂ.